നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കൊല്ലിയിൽ കുടുംബസംഗമവും പുസ്തക പ്രകാശനവും പേരാമ്പ്ര ദയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കെ വത്സല നായർ രചിച്ച ഓർമ്മപ്പൂക്കൾ എന്ന കവിതാ സമാഹാരം കവിയും സാഹിത്യകാരനുമായ രമേശ് കാവിൽ പ്രകാശനം ചെയ്തു. പേരാമ്പ്ര പൈതോത്ത് റോഡിലെ കൊല്ലിയിൽ കുടുംബസംഗമവും കുടുംബത്തിലെ 82 വയസ്സുള്ള മുതിർന്ന പൗരയായ കെ വത്സല നായർ രചിച്ച ഓർമ്മപ്പൂക്കൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും പേരാമ്പ്ര ദയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കവിയും പ്രഭാഷകനുമായ രമേശ് കാവിൽ നിന്നും മുൻ MLA കെ കുഞ്ഞമ്മദ് മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി പ്രകാശന കർമ്മം നിർവഹിച്ചു. അതിൽ എന്തൊക്കെയായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക എന്ന കൗതുകത്തോടുകൂടി നോക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ നല്ല നല്ല ചിന്തകൾ തന്നാലാവും വിധം ഭംഗിയായി എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് എന്ന് നമുക്കൊന്നും പറയാതെ വയ്യ. എനിക്ക് തോന്നുന്നു ഈ അക്ഷരങ്ങൾക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടി വർണ്ണാഭമായ ഒരു പരിസരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ഈ കുടുംബക്കാരോട് അഭ്യർത്ഥിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഇത് അല്പം കൂടി മികവുറ്റ രീതിയിലുള്ള ഒരു ലേഔട്ടൊക്കെ ഉണ്ടല്ലോ, മുദ്രണമൊക്കെ നടത്തി നല്ല പുസ്തകമാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം ഇതിനകത്തെ കവിതകൾക്കൊക്കെ നല്ല താളമുണ്ട്. പുതിയ കാലത്ത് നമുക്ക് ഒന്ന് പാടണമെന്ന് തോന്നിയാൽ അങ്ങനെ പാടാൻ കഴിയാത്ത കവിതകളാണ് പുതിയ കാലത്ത് വരുന്നത്. അത് പുതിയ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. അത് നല്ലതല്ല എന്നല്ല പറഞ്ഞിരുന്നത്, അത് നല്ലത് തന്നെയാണ്. എന്നാൽ പാരമ്പര്യത്തിൻ്റെ കരുത്തുള്ള മനോഹരമായ ഈണമൊക്കെ കൊടുക്കാൻ കഴിയുന്ന കവിതയാണ് കവയിത്രി എഴുതി വെച്ചിട്ടുള്ളത്. വളരെ കുറവായി വല്ലാത്ത പ്രയാസങ്ങൾ നേരിട്ട് അവരെ കവിതയിലുണ്ട്. ആ ജയിലിലെ ചോറിനെ കുറിച്ച് പറയുന്ന കവിതയിൽ രമേശ് മാഷ് പറഞ്ഞപ്പോൾ രമേശ് മാഷ് എനിക്ക് മനസ്സിലായില്ല. അത് മറ്റൊരു തരത്തിലാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ വത്സരമ്മ ജനിച്ചിട്ടുള്ള ആ ഘട്ടം എന്ന് പറഞ്ഞാൽ നാരായണൻ നായർ ജയിലിലായി അല്ലെങ്കിൽ ഒളിവിലായി 1944 1948 വരെയുള്ള ആ മർദ്ദനത്തിൻ്റെ കാലത്ത് നാരായണൻ നായർ ഒളിവിലും ജയിലിലുമാണ്. പരേതനായ AK ബാലകൃഷ്ണൻ നായരാണ് ഭർത്താവ്. റിട്ടയേർഡ് ഇന്ത്യൻ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ അജയ് കുമാർ, ബാലുശ്ശേരി AUP സ്കൂൾ HM ആശ എന്നിവർ മക്കളാണ്. വത്സല നായർ ചെറുപ്രായത്തിൽ രചിച്ച കവിതകൾ ചികഞ്ഞെടുത്താണ് കവിതാ സമാഹാരം പൂർത്തിയാക്കി പ്രകാശനം ചെയ്തത്. മകൻ അജയ് കുമാർ AK ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കവി വേണുഗോപാൽ മാസ്റ്റർ, സഹോദരനും മുൻ MLAയുമായ AK പത്മനാഭൻ മാസ്റ്റർ, ഭാസ്കരൻ അലങ്കാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വത്സല നായർ മറുമൊഴി നൽകി. പുതുതലമുറയോട് പറയാനുള്ളത് എഴുതുന്ന കാര്യത്തിൽ പ്രത്യേകം, അതുപോലെ തന്നെ നിത്യം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെറിയ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം എന്നൊക്കെ കുട്ടികളോട് പറയാം. അമ്മമാർ അതൊക്കെ മുൻകൈ എടുക്കണം. കുട്ടികളെ നമ്മൾ പഴയത് പലതരത്തിലും കുട്ടികൾ വഴിമാറി പോകുന്നുണ്ട്. ആ കുട്ടികളെ നേരെ കൊണ്ടുവരണമെങ്കിൽ അമ്മമാർ തന്നെ ആയിരിക്കണം രംഗത്ത് വരേണ്ടത്. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. അരുൺ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മനോജ് K നന്ദി പറഞ്ഞു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാവിരുന്നും അരങ്ങേറി.
ചൊട്ടു നിൽക്കട്ടെ നീ അണിയത്തു തന്നെ നിൽക്കൂ ഇപ്പഴം കൂടൊരു ചുമക്കടിയിടറി വീഴാ നിന്റെ മുരളികൾ കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം കലവരും. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.